ത്രിയേക ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി 3 വാക്യങ്ങൾ വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കൊണ്ടുവരട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, അതിൻ്റെ 24, 27, 19 വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 25, വേഴ്സ് 24, 27 and 19. ഒരു താലന്ത് ലഭിച്ചവൻ അടുക്കൽ വന്ന യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിൻ്റെ താലന്ത് മറച്ചു വെച്ചു, നിൻ്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. 27-ാം വാക്യം, നീ എൻ്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. 19-ാം വാക്യം, വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്നേഹമുള്ള കർത്താവേ, തിരുവചനത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകവും പരിജ്ഞാനവും ബലഹീനരാടിയങ്ങൾക്ക് ഇന്ന് രാത്രി തമ്പുരാൻ നൽകണമേ. ദൈവമേ, വചനകൂടാരത്തിനുള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യം നിറഞ്ഞ കവിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളിരിക്കുന്ന ഇടം വചനത്തിൻ്റെ മുമ്പിൽ മറന്നു പോകാൻ ദൈവമേ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വചനത്തിൻ്റെ മുമ്പിൽ ദൈവമേ ഒരു നിലക്കണ്ണാടി പോലെ തുറന്നു പിടിക്കാൻ, എവിടെയാണോ ഞങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചത് അതിനെ തിരിച്ചറിഞ്ഞ് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മടങ്ങിപ്പോകാൻ, ഞങ്ങളുടെ വിശ്വാസ പരിപോഷണം ഏറ്റവും അധികമായി ഉറപ്പാക്കുവാൻ ഈ വർഷം ദൈവം തമ്പുരാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടാവണമേ. ഇത്രത്തോളം ദൈവമേ അടിയനെ കൊണ്ടുവരുവാൻ നീ ആരാണ്? ഇതും പോരാ എന്ന് വന്നിട്ട് ഞങ്ങളുടെ തലമുറയോട് പോലും ദൈവമേ അവിടുന്ന് കരുണ കാണിച്ചല്ലോ. സ്തോത്രം. ദൈവമേ, ദാവീദിൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെയും പ്രാർത്ഥനയാണ്. തമ്പുരാൻ്റെ സന്നിധിയിൽ തലകളെ കുനിക്കുന്നു, ദൈവസന്നിധിയെ ഞങ്ങളെ സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും സ്വർഗത്തിലെ തമ്പുരാന് മാത്രം. യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഏറ്റവും സ്നേഹവും ആദരവുമുള്ള ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായി ശുശ്രൂഷ ചെയ്യുന്ന അഭിവന്യ ഡോക്ടർ മക്കാറിയോസ് തിരുമേനി, വന്യവൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി ഈ ശുശ്രൂഷയുടെ മുമ്പിലായിരിക്കാൻ വലിയവനായ ദൈവം തമ്പുരാൻ ബലഹീനനായ എനിക്ക് തന്ന ഭാഗ്യത്തിന് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, ഇത്രത്തോളം നീ എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആരാണ്? ഇതും പോരാ എന്ന് വന്നിട്ട് എൻ്റെ തലമുറയോട് പോലും ദൈവമേ നീ കരുണ കാണിച്ചല്ലോ. സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയാണ്. ദൈവത്തിന് ആമുഖമായി സ്തോത്രം കരയേറ്റുന്നു. കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻ്റെ 73-ാമത്തെ മീറ്റിങ്ങിൽ അവസാന 2 ദിവസങ്ങളിൽ വചനം പറയാൻ എനിക്ക് നിയോഗം തന്ന ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായി അനുഗ്രഹീതമായി ശുശ്രൂഷ നിർവഹിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയോട് എല്ലാ ആദരവുകളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. തിരുമേനിയുടെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ഈ സഭയ്ക്കും ഈ ഭദ്രാസനത്തിനും അനുഗ്രഹീതമായി തീരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. മർത്തോമാ വൈദിക സെമിനാരിയിൽ ഞാൻ പഠിക്കാൻ ആരംഭിച്ചപ്പോൾ അഭിവന്യ തിരുമേനി അവിടെ നിന്ന് ഒരു അധ്യാപകനായി ശുശ്രൂഷ ചെയ്തതിന് ശേഷം തിരുമേനി മറ്റ് നിയോഗ ഇടങ്ങളിലേക്ക് മാറിപ്പോവുകയുണ്ടായി. ആദ്യമായിട്ടാണ് തിരുമേനിയോടൊപ്പം ഒരു ശുശ്രൂഷയിൽ പങ്കുചേരാൻ ദൈവം ഭാഗ്യം തരുന്നത്. ഈ അവസരത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട സജു ബി ജോണച്ചൻ, ഞാൻ കോന്നി വകയാർ മുതുവീഴങ്കൽ സ്വദേശിയാണ്. എൻ്റെ ദേശത്ത് പൂവൻപാറ മർത്തോമ പള്ളിയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ വൈദിക സെമിനാരി വിദ്യാർത്ഥിയാണ്. അന്ന് തുടങ്ങിയ ആഴമായ സ്നേഹബന്ധം, ഹൃദയ അടുപ്പം ഇന്നും നന്നായി സൂക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളിൽ ഞങ്ങൾ യുവജനങ്ങൾ എന്നും ഭാഗമായിട്ടുണ്ട്. അത് നന്ദിയോടെ ഈ തരുണത്തിൽ ഓർക്കുന്നു, അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ കൺവെൻഷൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന ജോ മാത്യു അച്ഛനും ഞാനും ഒരേ ദേവാലയത്തിൽ നിന്ന് പട്ടം കെട്ടപ്പെട്ടവരാണ്. കോന്നി വകയാർ മുതുവേഴെങ്കിൽ സെൻറ്റ് തോമസ് മാർത്തോമയുടെ വകയിൽ ഞങ്ങൾക്ക് മുമ്പേ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച അനുഗ്രഹീതനായ വൈദികനാണ് പ്രിയപ്പെട്ട ജോ മാത്യു അച്ഛൻ. അച്ഛൻ്റെ ശുശ്രൂഷ ഇടങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ട് ദൈവത്തിന് ഏറെ സ്തോത്രം പറയുന്നു. അച്ഛനോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ ട്രഷറർ, ഈ കൺവെൻഷൻ്റെ ട്രഷറർ പ്രിയപ്പെട്ട സജി സാർ, ബിജു സാർ, അങ്ങനെയുള്ളതായിട്ടുള്ള പ്രിയപ്പെട്ടവർ,
അവരെല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. ഭദ്രാസന കൗൺസിൽ അംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. വൈദിക ശ്രേഷ്ഠർ, വളരെ പ്രബുദ്ധരായ വൈദിക ശ്രേഷ്ഠർ, സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി സജേഷ് അച്ഛൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെല്ലാവരോടും, പ്രത്യേകിച്ച് ഏറെ സ്നേഹം നൽകുന്ന അനുജനെ പോലെ, ഒരു സതീർത്ഥ്യനെ പോലെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹം, സുവിശേഷകരോടും വിശ്വാസ സമൂഹത്തോടും ഗായക സംഘത്തോടും പ്രത്യേകമായിട്ടുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർത്തവർ, ഇന്ന് പ്രാർത്ഥനയിൽ വഹിക്കുന്നവർ എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാന വിചാരത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഭോപ്പാൽ സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവക ഈ ശുശ്രൂഷയ്ക്ക് വരുവാൻ എനിക്ക് അനുവാദം നൽകിയ ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ്റെ ഇടവക എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹാദരവുകൾ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ചുങ്കത്തറ കൺവെൻഷനിൽ 2ാം പ്രാവശ്യമാണ് ഞാൻ വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നത്. 2019 ചുങ്കത്തറ ഭദ്രാസന കൺവെൻഷൻ്റെ ആദ്യത്തെ 3 ദിവസങ്ങൾ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഈ വേദിയിൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. അന്ന് തീത്തോസ് തിരുമേനി ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാൻ വന്നതാണ്. അതിനുശേഷം ഏകദേശം 6 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ വേദിയിൽ കയറി നിൽക്കാൻ ദൈവം നമ്പുരാൻ കൃപ തന്നു. ഒരു മനുഷ്യനെ, അദ്ദേഹത്തെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആ വേദിയിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നല്ലതാണെങ്കിൽ വീണ്ടും വിളിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, ഇനി മേലാൽ വരരുത് എന്നൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി, കാരണം ഭോപ്പാലിൽ വന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വിളിച്ച് നേരിട്ട് പറയുന്നത് ഒരു നല്ല പതിവാണല്ലോ, അപ്പോൾ അങ്ങനെ വിളിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട്, പണ്ട് പ്രസംഗിച്ച പ്രസംഗം അത്ര ശരിയായില്ലടോ, അതുകൊണ്ട് അത് നന്നായിട്ട് പ്രസംഗിച്ചിട്ട് താൻ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയാൻ മൂന്നാമതൊന്നുകൂടെ വിളിക്കാം. പ്രിയപ്പെട്ട സജുവച്ചൻ വിളിച്ചപ്പോഴേ പറഞ്ഞു, അന്നത്തെ അങ്ങോട്ട് ഏറ്റില്ല, അതുകൊണ്ട് ഒന്നുകൂടെ വരണം, വന്ന് അതിൻ്റെ കുറവ് തീർത്തിട്ട് തിരിച്ചു പോകണം. എന്ന് തന്നെയായിരുന്നാലും ദൈവ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട CB സൈമൺ അച്ഛനും പ്രിയപ്പെട്ട ബാബു സാറും കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഗ്രഹീതമായ ദൈവവചനം പങ്കുവച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന എൽക്കാന ദമ്പതികളുടെ ജീവിതത്തിൽ നിന്നും, ബെഥെസ്ദ കുളക്കടവിലെ രോഗിയിൽ നിന്നും, അതുപോലെ യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ താഴ്വരയിലെ അസ്ഥികളെക്കുറിച്ചും അനുഗ്രഹീതമായ പ്രഭാഷണങ്ങൾ ഇതിനോടകം ചുങ്കത്തറയിൽ കേട്ടുകഴിഞ്ഞു. ഇന്ന് രാത്രി സുപരിചിതമായൊരു വേദഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേട്ടതുകൊണ്ട് ഇനി ഒരു വായനയില്ല. നിങ്ങളുടെ ശ്രദ്ധ ഇനിയുള്ള നിമിഷങ്ങളിൽ വേദപുസ്തകത്തിൽ മാത്രമായിരിക്കണം എന്ന ശ്രദ്ധയോടെ ഓർമ്മിപ്പിക്കുകയാണ്. കേട്ടിട്ടുള്ള പ്രസംഗം അണച്ചു, അല്ലെങ്കിൽ ഒത്തിരി പ്രസംഗം കേട്ടവരണച്ചു. 73-ാമത്തെ കൺവെൻഷനാണ്. അതുകൊണ്ട് മനസ്സടച്ച് പുസ്തകവും അടച്ച് കൈയും കെട്ടിയിരിക്കരുത് എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ പഠിപ്പിച്ച MV അബ്രഹാം അച്ഛൻ പറഞ്ഞൊരു കഥയുണ്ട്. അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്: തിരക്ക് പിടിച്ച ഒരു ടൗണിൽ റോഡ് മുറിച്ച് കിടക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം. അവിടെ പോലീസുകാരനെ അസൈൻ ചെയ്തിട്ടുണ്ട്. റോഡ് മുറിച്ച് കിടക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പോലീസുകാരനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മച്ചി ഈ റോഡ് മുറിച്ച് കിടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ പോലീസുകാരൻ പിറകിൽ നിന്ന് വിസിലടിക്കുകയാണ്. അമ്മച്ചി തിരിഞ്ഞു നോക്കുന്നില്ല. വണ്ടികളിങ്ങനെ ചീറിപ്പാഞ്ഞു വരികയാണ്. എന്തും സംഭവിക്കാം, ഏത് നിമിഷം അവിടെ ഒരു ആക്സിഡൻറ്റ് നടക്കാം. ഈ പോലീസുകാരൻ്റെ അനുവാദം കാത്തു നിൽക്കാതെ വളരെ കൂളായി ഈ പ്രായമായ അമ്മച്ചി റോഡ് മുറിച്ച് കിടക്കുകയാണ്. അമ്മച്ചി ഏകദേശം റോഡിൻ്റെ ഒത്ത നടുക്കെത്തിയിട്ടുണ്ട്. അടുത്ത പകുതി എങ്ങനെ മുഴുമിപ്പിക്കുമെന്ന് ഒരു പിടുത്തമില്ല. വളരെ വലിയ ശബ്ദത്തിലാണ് വണ്ടികളൊക്കെ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത്. ഉടനെ പെട്ടെന്ന് ഈ പോലീസുകാരൻ ഇനി ഒരു സെക്കൻഡെങ്കിലും അമാന്തിച്ചാൽ ഈ അമ്മച്ചിയുടെ ജീവിതം ഈ വഴിയിൽ പൊലിഞ്ഞു പോകും. തൻ്റെ ഡ്യൂട്ടിക്ക് അത് ക്ഷീണമാണ് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠമായ കരം കൊണ്ട് അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് അമ്മച്ചിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: അമ്മച്ചി, എത്ര പ്രാവശ്യമായിട്ട് ഞാൻ പുറകിൽ നിന്ന് വിസിലടിക്കുകയാണ്, അമ്മച്ചി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലേ? അമ്മച്ചി ശ്രദ്ധിക്കണം, ഇത് ഇപ്പോൾ ക്രോസ് ചെയ്യുന്നതിനുള്ള സമയമല്ല. ഉടനെ അമ്മച്ചി ഒരു പുഞ്ചിരിയോടെ ഈ ചെറുപ്പക്കാരനായ പോലീസുകാരനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ആ കഥയിൽ അച്ഛൻ പറഞ്ഞു വെച്ചത്: മോനെ, ഇതിനു മുമ്പ് എൻ്റെ ആയ കാലത്തിൽ ഇതുപോലെ വിസിലടിച്ച എത്രയോ അവന്മാർ എൻ്റെ പുറകെ വന്നതാ. അന്ന് നിന്നതല്ല, പിന്നാണ് ഈ വയസ്സാം കാലത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലിരിക്കുന്നവർ മനസ്സിൽ പറയുന്ന ഒരു വിചാരം എനിക്കറിയാം. അച്ഛാ, ഇതിനേക്കാൾ വമ്പന്മാർ വന്ന് എത്രയോ വിസിലടിച്ചിട്ട് പോയതാണ്. എന്നിട്ടാണ് ഭോപ്പാലിൽ നിന്ന് വണ്ടി കയറി ഞങ്ങളോട് സുവിശേഷം പറയാൻ. ഒന്നും ഏക്കത്തില്ലച്ചു എന്നുള്ള മുൻവിധിയോടെയാണ് എങ്കിൽ ഒരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ വിധേയപ്പെടണം, വിനയപ്പെടണം. ചില ധ്യാന വിചാരങ്ങൾ വളരെ പെട്ടെന്ന് പങ്കുവെച്ച് അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്.
പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തികച്ചും യഹൂദ ക്രിസ്ത്യാനികളായ ഒരു സമൂഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് എഴുതുന്നതായിട്ടുള്ള ഒരു സുവിശേഷമാണ് എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും നന്നായി അറിയാം. സഭ പരാജയപ്പെടുന്ന ഇടങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് എഴുത്തുകാരൻ തൻ്റെ വായനക്കാരെ ഈ പുസ്തകത്തിൽ വളരെ സുന്ദരമായി മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശു കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ച ഒരു സമൂഹമെങ്കിലും വല്ലാതെ അലസമായി പോയൊരു സമൂഹമായിരുന്നു അവർ എന്നുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. കർത്താവിൻ്റെ വരവ് കാത്തിരുന്നവർ എങ്കിലും യാതൊരു ഇടപെടലുകളുമില്ലാതെ ഒരു നിർമ്മമത കാത്തു സൂക്ഷിച്ച ഒരു സമൂഹത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന വളരെ ഭംഗിയായി മുൻപോട്ട് പോകുന്നത്. ഒരു ജാഗ്രതയുടെ കാലമാണ് ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി വേദഭാഗം എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ജാഗ്രതയെ സൂചിപ്പിക്കാൻ 3 പദങ്ങൾ വളരെ ഭംഗിയായി ഉപയോഗിക്കുന്നുണ്ട്. 1, നിൻ്റെ അര മുറുക്കണം എന്നുള്ളതാണ്. 2, നിൻ്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. 3, നീ ഉണർന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ വിശ്വാസ സമൂഹമേ, അറിഞ്ഞോ അറിയാതെയോ ഒരലസതയുടെ, ഒരു നിർമ്മമതയുടെ ജീവിതാനുഭവം എന്നെയും നിങ്ങളെയും വല്ലാതെ ഗ്രസിച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇന്നലെ രാത്രിയൊക്കെ പ്രസംഗിച്ചവർ പറയുന്നത് കേട്ടു, കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ ഇങ്ങനെയല്ലായിരുന്നു, നിങ്ങൾ സ്തോത്രം പറയുന്നില്ല, പ്രൈസ് ലോർഡ് പറയുന്നില്ല എന്നൊക്കെ ഞാനിങ്ങനെ ഓൺലൈനിൽ കണ്ടു. എവിടെയാണ് ഒരു വല്ലാത്ത നിസ്സംഗതയുടെ ആത്മാവ് എന്നെയും നിങ്ങളെയും പിടിച്ച് പൂട്ടിക്കളഞ്ഞത് എന്നുള്ളത് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. അരമുറുക്കേണ്ട, ഉണർന്നിരിക്കേണ്ട, വിളക്ക് കത്തിയിരിക്കേണ്ട ഈ നാഴികയിൽ ക്രിസ്ത്യാനി പുലർത്തേണ്ട ഒരു ജാഗ്രതയുടെ പാഠം അറിഞ്ഞോ അറിയാതെയോ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ വിശ്വാസികളെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളത് മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ വിചാരം മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ഭാഗത്ത് താലന്തുകളുടെ ഉപമകളെ വളരെ ഭംഗിയായി ചിത്രീകരിക്കുന്നുണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ട 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് എങ്കിൽ, രണ്ടാമത്തെ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1 എന്നിങ്ങനെ പ്രാപ്തി പോലെ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരുത്തന് 10 താലന്ത്, ഒരുത്തന് 5 താലന്ത്, ഒരുത്തന് 1 താലന്ത് കൊടുത്തു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇത് രണ്ടും ഒരേ ഭാഗമാണ് എന്ന് കരുതി തെറ്റിദ്ധരിച്ചു പോകാൻ ഇടയുള്ളത് കൊണ്ട് ആമുഖമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ദൂരദേശത്ത് അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നതായിട്ടുള്ള രാജാവിനെ പറ്റി പരാമർശിക്കുന്ന വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഹേരോദാവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി റോമിലേക്ക് പോകുന്നതായിട്ട് ചരിത്രരേഖകൾ വളരെ കൃത്യമായി നമ്മൾ കാണുന്നുണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഏകദേശം 50ഓളം ആളുകൾ പിന്നാലെ പോകുന്നതായിട്ടും ചരിത്ര രേഖകളിൽ വളരെ കൃത്യമായി അവിടെ ചെന്നിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് രാജാവായിരിക്കേണ്ട എന്ന് പറഞ്ഞ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്രകാരം അധികാരം പിടിച്ചെടുത്ത് സ്ഥാപിക്കുന്ന ഒരു യജമാനനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ ഭംഗിയായി പറയാൻ വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം ഉപയോഗിക്കുന്നുണ്ട്. ഒരിടത്ത് പരദേശത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ മറ്റിടത്ത് ദൂരദേശത്തേക്ക് പോയി. ദൂരദേശം എന്ന് പറഞ്ഞാൽ രാജ്യത്വം പ്രാപിച്ചു വരാൻ. സമ്പത്ത് മുഴുവൻ എന്ന് ഇവിടെ പറയുമ്പോൾ അവിടെ 10 റാത്തൽ എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പണം അദ്ദേഹത്തിന് പ്രധാനമാണ്, അധികാരം പ്രധാനമാണ്. ഒന്നും കൈവിട്ട് കളയാൻ ആഗ്രഹിക്കാത്ത, വല്ലാതെ പണത്തിന് വേണ്ടി കൊതിച്ച ഒരു രാജാവിൻ്റെ ചിത്രമാണ് ആ ഭാഗത്ത് നൽകാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ കണക്ക് തീർക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് നേടിയെന്നാണ് യജമാനൻ ചോദിക്കുന്നത്. പണത്തിൻ്റെ വ്യാപാരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് വല്ലാതെ ഉടക്കി കിടക്കുകയാണ്. ഇവിടെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ 10 പട്ടണത്തിന് അധിപതിയായിരിക്കുക എന്നാണ് വളരെ കൃത്യമായി പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ 1 താലന്ത് കിട്ടിയവൻ നിലത്ത് കുഴിച്ചിടുമ്പോൾ അവിടെ അവൻ ഉറുമാലിൽ കെട്ടി എന്ന് പറയുന്നുണ്ട്. വേദപുസ്തക പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ അധ്വാനം ചെയ്യുന്നതായ സമയത്ത് അവൻ്റെ വിയർപ്പ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു തുണിയിലാണ് ഈ റാത്തൽ അവൻ കെട്ടിവെച്ചത്. അവൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു വല്ലാത്ത പാരമ്യത അതിനകത്ത് വളരെ കൃത്യമായി കാണുന്നുണ്ട്. ഇവിടെ ഉള്ളവന് എടുത്തു കൊടുക്കുമ്പോൾ അവിടെ പിറുപിറുപ്പാണ് വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ആ നിലത്ത് അല്ലെങ്കിൽ കുഴിച്ചിട്ട അല്ലെങ്കിൽ ഇത് ഒളിപ്പിച്ചു വെച്ച, ഇതിനെ കെട്ടി സൂക്ഷിച്ചു വെച്ച ആ ദാസനെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതായിട്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെയല്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ ഭാഗങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശ്വാസ ജീവിതയാത്രയിൽ
ഒരു ദൈവ പൈതൽ അവൻ പരാജയപ്പെട്ടു പോകുന്ന 3 ഇടങ്ങളെ വളരെ കൃത്യമായി നിങ്ങളോട് പങ്കുവെക്കാൻ ഇന്നത്തെ ധ്യാന വിചാരത്തിൽ ഞാൻ ശ്രമിക്കുകയാണ്. ഒരു ദൈവ പൈതൽ അവൻ്റെ വിശ്വാസ പരിപോഷണ യാത്രയിൽ അവൻ പരാജയപ്പെട്ടു പോകുന്ന 3 ഇടങ്ങൾ അതെവിടെയാണ് എന്ന് ഇന്ന് ഈ വേദഭാഗത്ത് നിന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ഒരു ന്യായവിധിയുടെ പുസ്തകമാണ് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തുന്നത്. ഇന്നത്തെ എൻ്റെ ധ്യാനം 5 താലന്ത് കിട്ടിയവനല്ല, 2 താലന്ത് കിട്ടിയവനല്ല, 1 താലന്ത് കിട്ടിയ മനുഷ്യനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ യജമാനൻ കണക്ക് തീർക്കാൻ വന്നപ്പോൾ 1 താലന്ത് കിട്ടിയ മനുഷ്യൻ്റെ പ്രതിവചനം അവൻ എന്താണ് യജമാനനോട് പറഞ്ഞത്? അത് എൻ്റെ 1-ാമത്തെ ധ്യാനം. 24-ാം വാക്യം, 1 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് യജമാനനെ നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, ഇതാ തിരികെ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പറയുന്ന വാചകത്തെ ഒന്നുകൂടെ നിങ്ങൾ അടിവരയിട്ട് വായിക്കണം. നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്ന ഈ ഒരു താലന്ത് കിട്ടിയ ദാസൻ പരാജയപ്പെട്ടു പോയ 1-ാമത്തെ ഇടം എവിടെയാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദാസനെ പറ്റിയ 1-ാമത്തെ വീഴ്ച തൻ്റെ ഗുരുവിനെ, തൻ്റെ യജമാനനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഹി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് മാസ്റ്റർ. അവൻ്റെ യജമാനനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപജയമെന്ന് വേദപുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ശിഷ്യരായി തീരാനായിട്ട് കഴിയുക? ഞാൻ ഇങ്ങനെ പറയും, ഗുരുവിനെ അറിയാൻ കഴിയുമ്പോൾ യഥാർത്ഥ ശിഷ്യരായി തീരാൻ കഴിയും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ മനുഷ്യരെ വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അത് യൂദാസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. തമ്പുരാൻ്റെ ഒപ്പം നടന്നിട്ടും അവൻ്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടും അവൻ ചെയ്ത എല്ലാ വീര്യപ്രവൃത്തികളിലും അവനോടൊപ്പം സന്തത സഹചാരിയായി ഒരു സാക്ഷി പോലെ നിന്നിട്ടും കൂടെ നടന്ന ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിച്ച് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞ ഒരു മനുഷ്യൻ വേദപുസ്തകത്തിലുണ്ട്. അവൻ്റെ പേര് യൂദാസ് എന്നാണ്. സ്വന്തം ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 3 പ്രാവശ്യം ആണയിട്ട് തള്ളിപ്പറഞ്ഞ് അവനെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു മനുഷ്യനെ വേദപുസ്തകം എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. പത്രോസ് എന്നാണ് അവൻ്റെ പേര്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അറിഞ്ഞോ അറിയാതെയോ ഗുരുവിനോടൊപ്പം നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും, അറിഞ്ഞോ അറിയാതെയോ യജമാനനോടൊപ്പമാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു കുറവ് നമുക്കുണ്ട് എന്ന് ഇന്ന് രാത്രി ഈ വചനകൂടാരത്തിൽ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. എ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് യുവർ മാസ്റ്റർ. വേദപുസ്തകത്തിൽ ആദാം ഹവ്വായെ പരിഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വളരെ സുന്ദരമാണ്. ആഡം ന്യൂ ഹിസ് വൈഫ്. അവൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ആദാം അവൻ്റെ ഭാര്യയെ അറിഞ്ഞു. അറിവ് എന്ന് പറയുന്നത്, മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഉപരിപ്ലവമായ അറിവാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കേവലം പുറമേ ഉള്ള ഒരു അറിവല്ല, മറിച്ച് ഹവ്വായുടെ ഹൃദയത്തിൻ്റെ ഒരു സ്പന്ദനം പോലും അവൻ അറിഞ്ഞിട്ടുണ്ട്. അവളുടെ ഹൃദയത്തിൻ്റെ ഒരു നീറ്റൽ അവൻ അറിഞ്ഞിട്ടുണ്ട്. അവളുടെ ഹൃദയത്തിൻ്റെ ഒരു നൊമ്പരം അവൻ അറിഞ്ഞിട്ടുണ്ട്. അവളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ അവൻ അറിഞ്ഞിട്ടുണ്ട്. കേവലം ശാരീരികമായൊരു ബന്ധത്തിനപ്പുറമായി അകം കൊണ്ടുള്ള വല്ലാത്ത ഒരു അടുപ്പം അവനുണ്ടായിരുന്നു എന്നുള്ളതാണ് വേദപുസ്തകം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ദാസൻ പരാജയപ്പെട്ടു പോയത് അവൻ്റെ ഗുരുവിനെ മനസ്സിലാക്കാൻ സ്നേഹിത നിനക്ക് കഴിയാതെ പോയല്ലോ. നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഇങ്ങനെയാണോ നീ നിന്റെ യജമാനനെ മനസ്സിലാക്കിയത് എന്ന് ദൈവം തമ്പുരാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട് എന്നുള്ളത് മറന്ന് പോകരുത്. പ്രിയമുള്ളവരെ, നന്നായി അറിഞ്ഞ മനുഷ്യർക്ക് മാത്രമേ ആത്മാർത്ഥമായി ദൈവത്തെ അനുഗമിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പിറകെ വർഷങ്ങളായി നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരാകുന്ന നമ്മൾ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമുക്ക് തമ്പുരാനെ നന്നായി പിടുത്തം കിട്ടിയിട്ടുണ്ടോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നിങ്ങൾക്കറിയാം. ഈ ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ പറയുന്ന വേദഭാഗമാണ്. അവിടെ ഇങ്ങനെയാണ് അവർ വാതിൽക്കൽ മുട്ടുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി, എനിക്ക് നിങ്ങളെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത്ര ഹൃദയഭേദകമായ ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊന്ന് തിരിച്ചു പിടിച്ചു വായിച്ചേ.
ദൈവത്തിന് അറിയില്ല എന്നുള്ളത് നിൽക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തെ നന്നായി അറിയാമോ എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനം എന്നെ ആർ എന്ന് പറയുന്നു. അവർ പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ വളരെ സ്പെസിഫിക്കായി തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു, നിങ്ങൾ എന്നെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. പുരുഷാരത്തിൽ ഒരുത്തൻ വന്ന് അവനോട് പറയുകയാണ്, ഗുരു, ഞാനുമായി അവകാശം പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് നീ കൽപ്പിച്ചാലും. ഉടനെ ഗുരു പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, മനുഷ്യ, എന്നെ ന്യായകർത്താവായോ വസ്തു പങ്കിടുന്നവനായിട്ടാണോ നീ ഈ കാലമത്രയും മനസ്സിലാക്കിയിട്ടുള്ളത്? എന്നെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നിന്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, നിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി നീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രമാണോ നീ ഈ കാലങ്ങൾ മുഴുവൻ എന്നെ കണ്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാനും നിങ്ങളും എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ കർത്താവിനെ മനസ്സിലാക്കിയത്? ക്രിസ്തീയ കീർത്തനങ്ങളിൽ 37-ാമത്തെ ഒരു പാട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ എത്രയോ പ്രാവശ്യം ശുശ്രൂഷാരംഭത്തിൽ പാടിയ പാട്ടാണ്. അതിൻ്റെ അവസാനത്തെ ലൈനുകൾ ഇങ്ങനെ പാടി വെക്കുന്നുണ്ട്, യേശുവിൻ സ്നേഹമാ ഇതെന്തെന്നു ചൊല്ലുവാൻ ആസ്വദിച്ചോർക്കല്ലാതെ മറ്റാർക്കുമാ സാധ്യമറിഞ്ഞിടുവാൻ, മറ്റാർക്കുമാ സാധ്യമറിഞ്ഞിടുവാൻ. യേശു മഹേശനെ ഞാൻ ചിന്തിപ്പാതൻ ഉള്ളത്തിനാനന്ദമേ, ചിന്തിപ്പാതൻ ഉള്ളത്തിനാനന്ദമേ. ആർക്കാ തമ്പുരാൻ്റെ സ്നേഹം പറയാൻ കഴിയുക? അത് ആസ്വദിച്ചവനേ പറ്റത്തുള്ളൂ, അത് അനുഭവിച്ചവനേ പറ്റത്തുള്ളൂ, നന്നായി അറിഞ്ഞവനേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ഒരു പ്രൈസ് ദി ലോർഡ് പറയാൻ പറ്റുക? നിന്റെ ജീവിതത്തിൽ അവനെ അനുഭവിച്ച് കഴിയുമ്പോൾ നിനക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. നന്നായി നീ അവനെ അറിഞ്ഞു കഴിയുമ്പോൾ നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ ചോദിക്കട്ടെ, ഈ തമ്പുരാനെ നിനക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടോ? പണ്ട് 3 സെമിനാരിക്കാർ അവരൊരു സിനിമ കാണാൻ പോയി എന്നാണ് പറയുന്നത്. സിനിമ കണ്ട് തിരിച്ചിറങ്ങി അവർ വാതിക്കൽ നിന്നതിന് ശേഷം അവർ 3 പേരും കൂടെ പറഞ്ഞു, ഈ കഥ നല്ല പരിചയമുണ്ടല്ലോ, ഈ കഥ നല്ല പരിചയമുണ്ടല്ലോ. അവർ കാണാൻ പോയ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഞെട്ടാൻ സാധ്യതയുണ്ട്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ് അവർ കണ്ടിറങ്ങിയത്. ഈ കഥ നല്ല പരിചയമുണ്ടല്ലോ. ഇന്ന് നമുക്ക് പലപ്പോഴും ഈ കഥകൾ നല്ല പരിചയമാണ്, പക്ഷേ എന്താണ് എന്ന് നമുക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. നീ ആരാധിക്കുന്ന ദൈവത്തെ നിനക്കറിയാമോ? നീ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന എന്താണെന്ന് നിനക്കറിയാമോ? അറിഞ്ഞവന് മാത്രമേ ആത്മാർത്ഥമായി വിളിക്കാൻ പറ്റൂ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ. AD 1206 അസീസിയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഒരപ്പനും മകനും തമ്മിൽ ഒരു വാക്കുതർക്കമാണ്. ഈ വാക്കുതർക്കം വല്ലാതെ മൂക്കുകയാണ്. അപ്പൻ ധനികനായ ഒരു വസ്ത്രവ്യാപാരിയാണ്. എന്നാൽ തൻ്റെ പണമെല്ലാം ഒരു ദൈവാലയത്തിൻ്റെ റിപ്പയറിംഗ് വർക്കിന് വേണ്ടി മകൻ എടുത്ത് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞിട്ട് അപ്പന് വല്ലാത്ത ദേഷ്യം വരികയാണ്. ഏറ്റവും അവസാനം അപ്പൻ മകനെ അസീസിയിലെ ഒരു ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ബിഷപ്പിനോട് പറയുകയാണ്, എനിക്ക് ഈ മകനെ കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ എൻ്റെ പണം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. ആ പണം മുഴുവൻ അവൻ ഒന്നും അറിയാതെ എടുത്ത് തൊട്ടടുത്തൊരു ദൈവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി നിർമ്മാണത്തിന് വേണ്ടി അവൻ കൊടുക്കുകയാണ്. ഒന്നുകിൽ എൻ്റെ പണം എനിക്ക് തിരികെ തരണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഇവൻ ത്യജിച്ച് എൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. പ്രിയമുള്ളവരെ, അധിക സമയം വേണ്ടി വന്നില്ല. ഈ ചെറുപ്പക്കാരനായ മകൻ ഇങ്ങനെ കണ്ണും പൂട്ടി നിൽക്കുകയാണ്. അധിക സമയം എടുക്കാതെ അവൻ ഒരടി മുമ്പോട്ട് കയറി നിന്നു. ബിഷപ്പിൻ്റെ മുമ്പിലേക്ക് കയറി നിന്നതിന് ശേഷം അവൻ ധരിച്ച വസ്ത്രങ്ങൾ ഒന്നൊന്നായി അവൻ അഴിക്കാൻ തുടങ്ങി. എല്ലാ മുണ്ടും അവൻ ഊരി മാറ്റുകയാണ്. ഇത് കണ്ട ബിഷപ്പ് ഓടി വന്ന് തൻ്റെ മേലങ്കി കൊണ്ട് അവൻ്റെ നാണം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ വസ്ത്രവും അവൻ സ്വന്തം അപ്പൻ്റെ കാൽ ചുവട്ടിലേക്ക് വെച്ചതിന് ശേഷം അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ നിന്നെ ഈ ഭൂമിയിലെ അപ്പ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു, എനിക്കിതിനേക്കാൾ വലിയൊരപ്പൻ സ്വർഗത്തിലുണ്ട്. 2 കൈയും സ്വർഗത്തേക്ക് വിരിച്ചു പിടിച്ചിട്ട് അസീസിയിലെ ഫ്രാൻസിസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, ഈ ഭൂമിയിലെ കടപ്പാടുകൾക്കപ്പുറം, ഈ ഭൂമിയിലെ ബന്ധങ്ങൾക്കപ്പുറം, ഈ ഭൂമിയിലെ നാമധേയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾക്കപ്പുറം എനിക്കൊരു ആത്യന്തികമായ കടപ്പാടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ
ദൈവത്തിൻ്റെ മുമ്പിൽ 2 കൈയും ഉയർത്തിപ്പിടിച്ച് അവൻ പൂർണ്ണ നഗ്നനായി വിളിച്ചു പറയുകയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, അപ്പനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അപാരമായിട്ട് മാത്രമേ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. സത്യക്രിസ്ത്യാനി, നിന്റെ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് വേദപുസ്തകം എന്നെയും നിങ്ങളെയും വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. 22 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോസ്തലനായ പൗലോസ് അരയോപക കുന്നിന്മേൽ നിൽക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തരായ മനുഷ്യരാണെന്ന് ഞാൻ കാണുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്നാൽ ഞാൻ ചുറ്റി നടന്നു നോക്കുമ്പോൾ ഞാനൊരു വേദിക്കല്ല് കണ്ടു. അതിൽ അജ്ഞാത ദേവൻ, അൺനോൺ ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അറിയാത്ത ദൈവമെന്ന് പറഞ്ഞ് നീ ആരാധിക്കുന്നത് ആരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അൺനോൺ ഗോഡ് എന്ന് പറഞ്ഞ് നീ വിളിക്കുന്നത് ആരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എന്നെ പിടിച്ചവൻ, ഈ സകല ചരാചരങ്ങളെയും നിർമ്മിച്ചവൻ, അണ്ടകടാകത്തെ മുഴുവൻ വിരിച്ച മനുഷ്യൻ, അവൻ കൈപ്പണിയായ ഭവനത്തിൽ വസിക്കാത്തവൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അഥേന പുരുഷന്മാരോട് പൗലോസ് വിളിച്ചു പറഞ്ഞതാണ്. ഇന്ന് രാത്രി കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ വിശ്വാസ സമൂഹമേ, ഈ ദൈവം നിനക്കാരാണ്? ഈ തമ്പുരാനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ കർത്താവിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? 14 വർഷമായി വൈദിക ശുശ്രൂഷ ചെയ്യുന്ന സന്തോഷിച്ച എത്ര വിശുദ്ധ കുർബാന നീ ചൊല്ലി തീർത്തിട്ടുണ്ട്? ഈ വിശുദ്ധ കുർബാന എന്താണെന്ന് നിനക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടോ? നീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, 2 കൈയും വിളിച്ച് സ്വർഗസ്ഥനായ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെയെങ്കിലും അർത്ഥം നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന കുന്നംകുളംകാരെ, എത്ര വിശുദ്ധ കുർബാന ഞാൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഈ തൊണ്ടക്കുഴിയിലൂടെ എത്ര അപ്പവീഞ്ഞുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ ആരാണ് നിന്റെ ദൈവം? ആരാണ് നിന്റെ ദൈവം? നീ അനുഭവിച്ച വിശുദ്ധ കുർബാന എന്താണ്? ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ നേരത്തെ ഒരു ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിട്ട് എൻ്റെ ട്രാൻസ്ഫറായി. സാധാരണ അച്ഛന്മാർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് യാത്രയപ്പിൻ്റെ ദിവസം. കാരണം അന്നാണ് നല്ല 4 കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നത്. കാരണം പള്ളിയിലിരുന്ന് പള്ളിക്കാരെല്ലാം കൂടി ഊടുപാടെ ചീത്ത വിളിച്ചാലും അവസാനത്തെ ദിവസം യാത്രയപ്പിന് നല്ലൊരു ബൊക്കയൊക്കെ തരും, നല്ല 4 വർത്തമാനമൊക്കെ പറയും. അന്ന് നമ്മളിങ്ങനെ ആകാശത്തോളം, അതേപോലും അവിടെ ഇട്ട് പന്ത് തട്ടുകയായിരുന്നെങ്കിലും അവസാനത്തെ ദിവസം മനുഷ്യർ അറിയണ്ടെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ആകാശത്തിൽ കയറ്റി നിർത്തുന്ന ദിവസമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദൈവാലയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു അങ്കിൾ, പ്രായമായൊരു മനുഷ്യന് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പിള്ളേർ പറയുന്ന പോലെ മനസ്സിൽ ലഡു പൊട്ടി, സന്തോഷമായി, സ്വർഗം കിട്ടിയ വാശി. ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ തന്നെ. അദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, ഈ പള്ളിയിൽ വന്നതെല്ലാം പ്രായമായ വൈദികരാണ്. അവരെല്ലാവരും തന്നെ പലവിധ രോഗങ്ങളുള്ള മനുഷ്യരാണ്, ഡയബറ്റിക്കുകാരാണ് മൊത്തം. അതുകൊണ്ട് തന്നെ ഈ വീഞ്ഞെടുക്കുന്നതായ സമയത്ത് ഇതിൻ്റെ ബാക്കി മുഴുവൻ അച്ഛനാണ് കുടിക്കേണ്ടി. അതുകൊണ്ട് അവരല്പം പിശുക്ക് കാണിച്ച് അല്പം എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വരെ ഒരു സ്പൂൺ നിറച്ച് വീഞ്ഞ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. എന്നാൽ സന്തോഷച്ചൻ വന്നു ഈ 3 വർഷം ഒരു സ്പൂൺ നിറച്ച് വീഞ്ഞ് എനിക്ക് തന്ന ഒരു വൈദികൻ, അദ്ദേഹത്തെ എനിക്ക് പെരുത്ത് ഇഷ്ടമാണ്. ഇദ്ദേഹം എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വായും കൊണ്ടൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കും, അങ്ങനല്ലേ? അങ്ങനെയാണ് ഈ പുള്ളി എഴുന്നേറ്റ് പോകുന്നത്. പുള്ളി ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ആകെ പുള്ളിക്ക് അല്പം മനസ്സ് നിറഞ്ഞ് മധുരം കിട്ടുന്നത് സന്തോഷത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, 1500 വിശുദ്ധ കുർബാനയെങ്കിലും നിൻ്റെ തൊണ്ടക്കുഴിയിലൂടെ ഇറങ്ങിപ്പോയിട്ടില്ലേ? എന്തിനു പറയണം, കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ ഒരു 73 വിശുദ്ധ കുർബാനയിലെങ്കിലും മിനിമം നീ പങ്കുകാരായിട്ടില്ലേ? ഈ ചങ്കിനകത്തോടെ ഇറങ്ങിപ്പോയ വിശുദ്ധ കുർബാന എന്താണെന്ന് ഒരു ദിവസമെങ്കിലും നിനക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടോ? ചങ്ക് പൊട്ടി ശരീരം മുഴുവൻ അടി വാങ്ങിച്ച് ഇങ്ങനെ മാംസങ്ങളൊക്കെ ഇങ്ങനെ കഷണങ്ങളായി തെറിച്ചു പോയൊരു മനുഷ്യൻ നിനക്ക് വേണ്ടി കൊടുത്ത മറുവിലയാണെന്ന് ഒരു ദിവസമെങ്കിലും നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പ എന്ന് വിളിച്ചാൽ പോരാ, അപ്പനെ അറിയാൻ കഴിയണം. വെറുതെ വിളിക്കുന്ന വിളികളിലല്ല അർത്ഥം, അവനെ അറിഞ്ഞു വിളിക്കണം. പ്രിയമുള്ളവരെ, സന്തോഷിച്ചൻ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ തൊണ്ട പൊട്ടി പറയുമ്പോൾ അപ്പനെ അറിഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇറങ്ങിയവനാണ് ഞാൻ. ഈ തമ്പുരാനെ മുഖാമുഖം മുമ്പിൽ കണ്ട ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഈ തമ്പുരാന്റെ ശുശ്രൂഷയിൽ ഇറങ്ങിയതാണ്. സുഖാർ എന്ന് പറയുന്ന കിണറിൻ്റെ കരയിൽ ഒരു പെണ്ണ് നിൽക്കുകയാണ്. ഏറ്റവും അവസാനം കർത്താവ് അവളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അഭിമുഖീകരിച്ചതിന് ശേഷം അവൾ ഏറ്റവും അവസാനം അവിടെ നിന്ന് ഓട്ടം ഓടുന്നുണ്ട് അടുത്ത പട്ടണത്തിലേക്ക്. എന്നിട്ട് അവൾ പോയി വിളിച്ചു പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: 5 ഭർത്താക്കന്മാരുടെ കൂടെ താമസിച്ചിട്ടും ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എന്നാൽ എന്നെ മനസ്സിലാക്കുന്ന ഒരുത്തൻ ആണ്ട യാക്കോബിന്റെ കിണറിന്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. അവന്റെ പേര്
മശിഹ. മശിഹ, നിന്നെ മനസ്സിലാക്കിയവന്റെ പേരാണ് മശിഹ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ അറിഞ്ഞവനാണ് നിന്റെ തമ്പുരാൻ. ഈ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ വചനകൂടാരത്തിനുള്ളിൽ ഇരിക്കുന്നവരെ, നിന്നെ ഇത്ര കണ്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഈ ഭൂമി മലയാളത്തിൽ വേറെ ഇല്ല. നിന്നെ അവന് നന്നായിട്ട് അറിയാം. നിനക്കവനെ അറിയാമോ? അറിയില്ല എന്നാണെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ഓർമ്മിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. രാത്രി ഭക്ഷണം വിളമ്പുമ്പോൾ ഭാര്യയ്ക്ക് ഭക്ഷണമില്ല എന്നറിഞ്ഞ അപ്പന്മാർ ജീവിച്ച ഭൂമിയാണിത്, അല്ലേ? ആണ്. അപ്പൻ്റെ മുഖം കാണുമ്പോൾ അപ്പൻ്റെ ഉള്ളിൽ സങ്കടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അമ്മമാർ ജീവിച്ച ഭൂമിയാണ്. പണ്ട് പ്രോഗ്രസ് കാർഡൊക്കെ ഒപ്പിടാനായിട്ട് ഈ അപ്പൻ്റെ കയ്യിലാണല്ലോ കൊണ്ടു കൊടുക്കേണ്ടി. അപ്പൻ ഇത് ഒപ്പിട്ടെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം സ്കൂളിൽ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ അപ്പൻ അല്പം ദേഷ്യക്കാരനാണ്. അപ്പോൾ അമ്മ വഴിയാണ് ഈ പ്രോഗ്രസ് കാർഡ് കൊണ്ടുപോയി. പ്രത്യേകിച്ച് പ്രോഗ്രസ് കാർഡിലെ മാർക്ക് കണ്ടാൽ എൻ്റെ അപ്പനെന്നല്ല ഒരപ്പനും ഇത് ഒപ്പിട്ട് തരത്തില്ല. കാരണം അത്രയ്ക്ക് വലിയ മാർക്കാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. അമ്മ ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം കൊടുത്തില്ല, രണ്ടാമത്തെ ദിവസം കൊടുത്തില്ല, മൂന്നാമത്തെ ദിവസം കൊടുത്തില്ല, നാലാമത്തെ ദിവസം അപ്പൻ കയറി വന്നു. അമ്മ കൊണ്ടുപോയി പ്രോഗ്രസ് കാർഡ് കൊടുത്തു. അപ്പൻ സൈൻ ചെയ്തു. സന്ധ്യയായി, ഉഷസായി. നാലാം ദിവസം എന്ത് ഭംഗിയായി പര്യവസാനിച്ചു. അപ്പോൾ അമ്മയോട് വല്ലാത്ത ദേഷ്യം. എന്നാൽ പിന്നെ ഇത് ഒന്നാമത്തെ ദിവസം കൊടുത്തായിരുന്നെങ്കിൽ ഈ 4 ദിവസം വെറുതെ ടെൻഷൻ അടിച്ച് BP കൂട്ടണമായിരുന്നോ? എന്താ അമ്മേ ആദ്യത്തെ ദിവസം ഇത് ചെയ്യാഞ്ഞ്? അപ്പോൾ അമ്മ പറയുന്നൊരു മറുപടി ഉണ്ട്. മോനെ, നിൻ്റെ അപ്പൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി നിൻ്റെ അപ്പൻ്റെ മൂഡ് ശരിയല്ല എന്ന്. ഈ അമ്മ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ പാത്രത്തിൻ്റെ ശബ്ദം കൂടുമ്പോൾ അപ്പൻ മക്കൾക്കൊരു നിർദ്ദേശം കൊടുക്കും. ഇപ്പോൾ അവളുടെ കൈവാക്കിൽ ചെന്ന് കയറരുത്, കച്ചവടം കഴിയും. അപ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശം കിട്ടി. മക്കൾ അന്നേരം പോത്തില്ല. പാത്രത്തിൻ്റെ ശബ്ദം കുറയുമ്പോൾ മാത്രമേ അങ്ങോട്ട് പോത്തുള്ളൂ. അപ്പന് മനസ്സിലായി അമ്മയുടെ മൂഡ് ശരിയല്ലെന്ന്. ഇന്ന് അമ്മാമ്മ കിടന്ന് പാത്രം തല്ലിപ്പൊട്ടിച്ചാലും പുള്ളി ഒരു കൂസലുമില്ലാതെ പത്രവും വായിച്ചുകൊണ്ട് വെളിയിലിരിക്കുക, അല്ലേ? ആർക്കും ആരെയും മനസ്സിലാവുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പനും ഭാര്യയെ മനസ്സിലാവുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാവുന്നില്ല, അപ്പന് മക്കളെ മനസ്സിലാവുന്നില്ല. എന്തോ ഗതികേടിൻ്റെ കാലം. നിനക്ക് നിന്റെ അപ്പനെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പനെ മനസ്സിലാക്കാൻ കഴിയുക. അപ്പനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ 2 മക്കൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, ധൂർത്തപുത്രനും മൂത്തപുത്രനും. അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ വേഗം എൻ്റെ ഒന്നാമത്തെ ചിന്തയ്ക്ക് വിരാമം കുറിക്കുകയാണ്. നീ പ്രസംഗിക്കുന്നവനെ നിനക്കറിയാമോ? നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ നിനക്കറിയാമോ? ഒരു ആൻറ്റി സുന്ദരമായി പ്രാർത്ഥിച്ചു. ആൻറ്റി, ദൈവാലയത്തിൻ്റെ ഈ നടുമുറ്റത്തിരിക്കുന്ന വിശ്വാസിയെ, നീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദൈവത്തെ നിനക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അവന് പ്രത്യക്ഷനായില്ല എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. ഏറ്റവും അവസാനം കർത്താവ് അവൻ്റെ മുമ്പിൽ തൊറ്റുകൊടുക്കുകയാണ്. തോമസേ, നീ ഇങ്ങോട്ട് വന്ന് എൻ്റെ വിലാപ്പുറത്ത് തൊട്ട് വിശ്വസിക്കടാ. ഈ തോമസ് വിലാപ്പുറത്ത് തൊട്ടതായി വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, എന്നാൽ ഞാൻ വിശ്വസിക്കുകയാണ്. അവനോടിപ്പോയി അവൻ ആ മുറിവിൽ തൊട്ട് കാണും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ മുറിവുണ്ടോ എന്നൊന്നും ദൈവശാസ്ത്രം ചോദിച്ച് നിങ്ങൾ എന്നെ കുഴപ്പിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷേ അവല്ലാത്ത മാംസത്തിൻ്റെ ആ ഇടിപ്പ് അവൻ അറിഞ്ഞിട്ടുണ്ടാവും. ആ മാംസത്തിൻ്റെ ചോരയുടെ ഒരു ചൂട് അവൻ്റെ കയ്യിൽ ഒരു പക്ഷേ അവൻ അനുഭവിച്ചിട്ടുണ്ടാവും. അവൻ 2 കൈയും എടുത്ത് നെഞ്ചത്തോട്ട് അടിച്ചിട്ട് ഒരു വിളി വിളിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അറിഞ്ഞവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല എന്ന് വേദപുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറന്നു പോകരുത്. അറിഞ്ഞവൻ അടങ്ങിയിരിക്കാൻ അവൻ കഴിയില്ല. പുരോഹിത, നീ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്താണെന്ന് നീ അറിഞ്ഞോ? പ്രിയപ്പെട്ട ദൈവവിശ്വാസി, നീ പരിഗ്രഹിക്കുന്ന ഭാര്യയുടെ സങ്കടങ്ങൾ നീ അറിഞ്ഞിട്ടുണ്ടോ? നിൻ്റെ കുഞ്ഞിനോട്, നിൻ്റെ പ്രിയപ്പെട്ടവളോട്, നിൻ്റെ പ്രിയപ്പെട്ടവനോട് ഒരു പ്രണയമില്ലാതെ നിനക്ക് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സങ്കടമാണ്, മറന്നു പോകരുത്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ 2 കൽപ്പിച്ച് അബ്രഹാം ഇസഹാക്കിനെ കൊണ്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, അപ്പ യാഗത്തിനുള്ള വസ്തു എവിടാണ്? അപ്പൻ പറഞ്ഞു, മോനെ, ദൈവം കരുതുമടാ. അത് കഴിഞ്ഞിട്ട് മോറിയാ മല വരെ ആ കുഞ്ഞൊരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, അവസാനം അവനെ കയ്യും കാലും കെട്ടി അവനെ ഈ യാഗപീഠത്തിൻ്റെ മണ്ടയ്ക്ക് കിടത്തുമ്പോൾ പോലും ഒരു വാക്ക് പിന്നീട് അവൻ ചോദിച്ചിട്ടില്ല. അപ്പം പറഞ്ഞല്ലോ കരുതുമെന്ന്, എന്തിയേപ്പാ അവൻ ചോദിച്ചില്ല. ഏറ്റവും അവസാനം ഒരപ്പൻ വെട്ടാൻ ഓങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അശരീരി ഉണ്ടാവുന്നു. എവിടുന്ന് കിട്ടി പ്രിയമുള്ളവരെ ഈ അപ്പൻ ഈ ധൈര്യം? 100-ാമത്തെ വയസ്സിൽ എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയുമെങ്കിൽ
അവൻ ഈ കുഞ്ഞിനേക്കാളും വലിയവനാണ്. എനിക്ക് ഈ കുഞ്ഞിനേക്കാൾ വലിയവനാണ് അവൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തരാൻ കഴിയുമെങ്കിൽ ഈ കിട്ടിയ അത്ഭുതങ്ങളെക്കാൾ അപ്പുറത്താണ് നിന്റെ ദൈവം. മറന്നു പോകരുത്. സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ സ്വന്തം കുഞ്ഞിനെ വെള്ള പുതപ്പിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഭക്തനായ മനുഷ്യൻ സ്വന്തം കുഞ്ഞിൻ്റെ ശവപ്പെട്ടിക്കരികിൽ നിന്ന് പാടിയൊരു പാട്ടുണ്ട്. വളരെ നിർനിമേഷരായി ഞാനും നിങ്ങളുമൊക്കെ മരണ വീട്ടിൽ പാടുന്ന പാട്ട്. ദുഃഖത്തിൻ്റെ പാനം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. ആർക്ക് പാടാൻ പറ്റും? ദൈവത്തെ അറിഞ്ഞവന് മാത്രമേ പാടാൻ പറ്റൂ. സാധു കൊച്ചു കുഞ്ഞുപദേശി അപ്പനെ അറിഞ്ഞതുകൊണ്ട് സ്വന്തം കുഞ്ഞിൻ്റെ കടക്കക്കരികിൽ ആ മനുഷ്യൻ ഒരു കൂസലുമില്ലാതെ പാടി. സത്യവിശ്വാസി, നിനക്ക് കഴിയുമോ? ആരാണ് നിനക്ക് ദൈവം? കേവലം വസ്തുവീതം വെച്ച് തരുന്ന. നിങ്ങൾക്കറിയാം, വേൾഡ് കപ്പിൽ കിരീടം പ്രാപിക്കുമ്പോൾ മറഡോണയുടെ കൈ തട്ടി ഒരു ബോൾ ഗോളായി. അന്ന് പത്രക്കാർ മറഡോണയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൈ അതിൽ തട്ടിയില്ലേ? ഉടനെ മറഡോണ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ കൈ തട്ടിയില്ല. പിന്നെ അത് ആരുടെ കൈയാ? ഉടനെ മറഡോണ പറയുന്ന മറുപടി ഉണ്ട്, ദൈവത്തിൻ്റെ കൈ. പിറ്റേ ദിവസം പത്രത്തിൽ അടിച്ചു വന്നു, ദൈവത്തിൻ്റെ കൈ. നിന്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു തമ്പുരാനായിട്ടാണോ ദൈവത്തെ നീ മനസ്സിലാക്കിയത്? അല്ല, എ ഗോഡ് ഓഫ് കൺവീനിയൻസ്. നോ. അഭിവന്യ തിരുമേനി, ഞാൻ എഴുതി വെച്ച ഒരു സെന്റൻസ് അതുപോലെ പറഞ്ഞു. ഞായറാഴ്ച എടുത്തണയാൻ മാത്രം, ഞായറാഴ്ച വൈകിട്ട് ഊരി വെക്കാൻ മാത്രമുള്ള ഒരു ദൈവമായിട്ടാണോ നീ ഈ ദൈവത്തെ കണ്ടിട്ടുള്ളത്? അല്ല പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തെ അറിഞ്ഞവൻ, നിന്റെ ജീവിതത്തെ മനസ്സിലാക്കിയവൻ, നിന്റെ നൊമ്പരങ്ങളെ അറിഞ്ഞവൻ, നിന്റെ സങ്കടങ്ങളെ അറിഞ്ഞവൻ, നിന്റെ ഹൃദയഭാരങ്ങളെ അറിഞ്ഞവൻ, നിന്റെ വേദനകളെ അറിഞ്ഞവൻ, നിന്റെ ജീവിതത്തിൻ്റെ നിന്ന അറിഞ്ഞവൻ, നിന്റെ പരിഹാസങ്ങൾ അറിഞ്ഞവൻ, അവനാണ് ദൈവം. മറന്നു പോകരുത്. അവൻ അതുക്കും മേലെ. അവനെ ലഘൂകരിച്ച് കാണരുത്. അവൻ അതിനും മുകളിലാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നേക്കൊരു 35 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ജോ മാത്യു അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഭദ്രാസനത്തിൻ്റെ പഴയ ട്രസ്റ്റി എൻ്റെ പള്ളിക്കാരനാണ് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നേക്ക് 35 വർഷങ്ങൾക്ക് മുമ്പ് 3 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഒരു ശവപ്പെട്ടിയുടെ മുമ്പിൽ വല്ലാതെ നിസ്സംഗതയോടെ ഇരുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. പ്രിയമുള്ളവരെ, പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അപ്പൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ശവപ്പെട്ടിയുടെ മുമ്പിൽ കരഞ്ഞ് തളർന്നു പോയൊരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. പ്രിയമുള്ളവരെ, രാത്രിയുടെ യാമങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ നിലത്ത് കിടന്ന് ഉരുണ്ട് ദൈവസന്നിധിയിൽ, ദൈവമേ എൻ്റെ മക്കൾ നശിച്ചു പോകല്ലേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു അമ്മയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ 14 വർഷമായി ഒരു വൈദികനായി ദൈവം തമ്പുരാൻ എന്നെ ഉയർത്തിയെങ്കിൽ, ഈ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ ദൈവവചനം പറയാൻ സ്വർഗത്തിലെ തമ്പുരാൻ ഈ ബലഹീനനായി എന്നെ പ്രാപ്തനാക്കിയെങ്കിൽ, ഞാൻ പറയും പ്രിയമുള്ളവരെ, നിന്റെ നൊമ്പരങ്ങളെ കണ്ടവന്റെ പേരാണ് സ്വർഗത്തിലെ അപ്പൻ. മറക്കരുത്. നിന്റെ ജീവിതത്തിൻ്റെ വേദനകളെ കണ്ടവൻ, നിന്റെ സങ്കടങ്ങളെ കണ്ടവൻ, നിന്റെ ദുരിതങ്ങളെ കണ്ടവൻ. നിനക്കവൻ വസ്തുവീതം വെക്കുന്നവനല്ല, അവൻ അതുക്കും മേലെ. ആ ദൈവത്തെ മനസ്സിലാക്കാതെ ഇന്ന് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവത്തെ കൊടുക്കണം. മോനെ, ഈ അപ്പൻ്റെ ദൈവമാരാണെന്ന് നീ അറിയണം. ഈ അമ്മയുടെ ദൈവമാരാണെന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ അപ്പനമ്മമാരെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ കേവലം കാര്യസാധ്യങ്ങളുടെ ദൈവമായി തീരരുത്. ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് പോയി. അമേരിക്കയുടെ തലസ്ഥാനം ലണ്ടൻ എന്ന് എഴുതി വെച്ചു. എന്നിട്ട് തിരിച്ചു വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു തെറ്റുപറ്റി, അമേരിക്കയുടെ തലസ്ഥാനം ലണ്ടൻ എന്ന് എഴുതി. ഉടനെ അമ്മ പറഞ്ഞു, മോൻ പേടിക്കണ്ട, ആ പായിങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പാ എടുത്തുകൊണ്ട് വന്നു. പാ വിരിച്ചിട്ട് അമ്മയും മോനും കൂടെ മുട്ടുകുത്തി. എന്നിട്ട് പ്രാർത്ഥന തുടങ്ങി, ദൈവമേ, അമേരിക്കയുടെ തലസ്ഥാനം എങ്ങനെയും ലണ്ടനാക്കി തരണേ. എൻ്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണോ നീ തമ്പുരാനെ കൂട്ടുപിടിക്കുന്നത്? അല്ല പ്രിയമുള്ളവരെ, അവൻ അതുക്കും മേലെയാണ് എന്ന് നീ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഒന്നാമത്തെ ചിന്ത അവസാനിപ്പിക്കട്ടെ. 2, വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം.
നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. സ്നേഹിത, നീ ഒന്നും ചെയ്യണ്ടായിരുന്നു. നീ അത് പൊൻവാണിഭക്കാരുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് അത് പലിശയോടുകൂടെ മടക്കി വാങ്ങിക്കുമായിരുന്നു. ഈ ദാസൻ പരാജയപ്പെട്ടു പോയ ഒന്നാമത്തെ ഇടം, അവൻ്റെ ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഹി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് മാസ്റ്റർ. 2, ഹി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ഓഫ് ദ മാസ്റ്റർ, അല്ലെങ്കിൽ ദ ഡ്രീം ഓഫ് ദ മാസ്റ്റർ. ഗുരുവിൻ്റെ സ്വപ്നം തിരിച്ചറിയാൻ കഴിയാതെ പോയ മനുഷ്യനാണ് ഈ മൂന്നാമത്തെ മനുഷ്യനെന്ന് ഓർമ്മപ്പെടുത്തുക. ഈ നാണയം നിന്റെ കയ്യിൽ തരുമ്പോൾ നിന്റെ ഒടേതമ്പുരാന് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു, നീ മറന്നു പോകരുത്. നിന്റെ യജമാനൻ അത് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവന് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു, അത് നീ മറന്നു പോകരുത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനെങ്കിലും നീ അത് ഒരു പൊൻവാണിഭക്കാരൻ്റെ അടുത്ത് ഏൽപ്പിക്കരുതായിരുന്നു. വ്യാപാരം ചെയ്യാനും വർദ്ധിപ്പിക്കാനും ഞാൻ തന്ന നാണയം എങ്ങനെ കുഴിച്ചിടാൻ നിനക്ക് തോന്നി സ്നേഹിത? ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ മനസ്സറിയാൻ നീ പരാജയപ്പെട്ടു പോയോ? നീ ദൈവത്തെ അറിയാൻ പരാജയപ്പെട്ടു പോയോ? 2, തമ്പുരാൻ്റെ മനസ്സറിയാൻ നീ പരാജയപ്പെട്ടോ? ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് യുവർ മാസ്റ്റർ. ദൈവം തമ്പുരാൻ്റെ അസാന്നിധ്യത്തിലും വിശ്വസ്തനാകാനല്ലേ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിച്ചത് എന്ന് ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ യാദൃച്ഛികമായി ജീവിക്കാൻ വന്ന മനുഷ്യരല്ല. വളരെ കൃത്യമായ പദ്ധതിയോടുകൂടെ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കിയതാണോ എന്നുള്ളത് മറന്നു പോകരുത്. അങ്ങനെയാണ് എങ്കിൽ തമ്പുരാൻ്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷയ്ക്കും കഴിയുന്നത് പോലെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടയാവണം. ഓരോ ദിവസവും രാവിലെയും രാത്രിയിലും പ്രാർത്ഥിക്കേണ്ട ഒരു കൊച്ചു പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ, നീ എന്താഗ്രഹിക്കുന്നോ അങ്ങനെ ജീവിപ്പാൻ ഇന്നത്തെ ദിവസം എനിക്ക് ഭാഗ്യം തരണം. രാത്രി കിടക്കാൻ നേരം, ദൈവമേ, നീ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ കഴിയാതെ പോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായിട്ട് സാധിക്കണം. ദൈവം, നമ്മൾ പറയും കൊറോണയിൽ ഒത്തിരി പേര് മരിച്ചുപോയി, പ്രളയം വന്ന് ഒത്തിരി പേര് മരിച്ചുപോയി, 2025 ഒത്തിരി പേര് മരിച്ചുപോയി, 26 നിർത്തിയ ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്തിനാണ് 2026 ദൈവം നിന്നെ ബാക്കി വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയമുള്ളവരെ, തമ്പുരാന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിന് നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിന് നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെ മനസ്സറിയാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. ഇന്ന് ആത്മീയ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും സംഭവിച്ചു പോയ ഏറ്റവും വലിയ അപകടം, തമ്പുരാൻ്റെ മനസ്സറിയാൻ, നിയോഗമറിയാൻ മറന്നുപോയി എന്നുള്ളതാണ്. ഭരണാധികാരികൾ നിയോഗം മറന്നുപോയി, ആത്മീയ നേതാക്കൾ അവരുടെ നിയോഗം മറന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ ചോദിച്ചറിയാൻ ഇന്ന് രാത്രിയുടെ ആവണം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് നെഹമ്യാവ് പറയുന്നത്: ഞാൻ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം എന്നോടുകൂടെ പുരുഷന്മാരിൽ ചിലരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നെഹമ്യാവ് പറയുകയാണ്, യെരൂശലേമിൽ ചെയ്യാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത്. നോക്കുക, ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം എന്നുള്ളത് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് രാത്രി ഞാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് വല്ലാതെ വാചാലരാവുന്നവരാണ്, കുടുംബത്തെക്കുറിച്ച് വല്ലാതെ വാചാലരാവുന്നതാണ്. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ്? എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ്? എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ് തമ്പുരാനെ എന്ന് തിരിച്ചറിയാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇന്ന് വരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ഒരു മനുഷ്യനെ രേഖപ്പെടുത്തുന്നുണ്ട്. അബ്രഹാം എന്നാണ്. ദൈവം പറഞ്ഞതുപോലെ ജീവിച്ച ഒരു മനുഷ്യൻ. അബ്രഹാമേ, നീ എഴുന്നേൽക്കടാ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോടാ. അതെല്ലാം അപ്പാടെ അനുസരിച്ച ഒരു മനുഷ്യൻ. എന്നാൽ ദൈവഹിതം തിരിച്ചറിയാൻ മനസ്സ് കാണിക്കാതെ പോകുന്ന ഒരു രംഗം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. ഭാര്യ പറയുകയാണ്, നിനക്ക് എന്നിൽ നിന്ന് മക്കളുണ്ടാവുന്നില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ദാസിയായ ഹാഗാറിനെ പരിഗ്രഹിച്ച് നിനക്ക് മക്കളുണ്ടാവട്ടെ. സാറായുടെ വാക്ക് അവൻ അനുസരിച്ചു എന്ന് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവഹിതമല്ലാത്ത തീരുമാനങ്ങൾ സങ്കടത്തിന് കാരണമാകുമെന്ന് വേദപുസ്തകം അസിന്നക്തമായി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറന്നു പോകരുത്. നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലുള്ള ദൈവഹിതം എന്താണെന്ന് തമ്പുരാനോട് ചോദിക്കാൻ
ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഈ സഭയെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? അത് ഞാനും നിങ്ങളും മറന്നു പോകരുതെന്നോ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെ ദൈവം എന്തിനു വേണ്ടി ആക്കിയിരിക്കുകയാണ്? 2 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം. കഴിഞ്ഞ ദിവസം കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചൊരു വേദഭാഗമാണ്. ദാവീദ് പാപം ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. ദാവീദ് പടക്കളത്തിൽ പട ചെയ്യാനായിട്ട് അവൻ പോവുകയാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ പട ജയിച്ചു. പിറ്റേ ആണ്ടിൽ, അതേ ആണ്ടിൽ പടയ്ക്ക് പോകേണ്ട സമയത്ത് അവൻ പടയ്ക്ക് പോകാതെ അവൻ കൊട്ടാരത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഊരിയാവിൻ്റെ ഭാര്യ കുളിക്കുന്നത് അവൻ കണ്ടു. അവൻ ഊരിയാവിൻ്റെ ഭാര്യയുമായി പാപം ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദാവീദ് പരാജയപ്പെട്ടു പോയി? ദാവീദേ, പടക്കളത്തിൻ്റെ മുമ്പിൽ നിന്ന് തേര് തെളിക്കേണ്ട മനുഷ്യനായിരുന്നു നീ. പടയാളികളുടെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യാൻ ഒന്നാമത് നിൽക്കേണ്ടവനായിരുന്നു നീ. നിയോഗം മറന്നുപോയപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ആണി അടിച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് പലപ്പോഴും ദൈവ നിയോഗങ്ങൾ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകുന്നുണ്ടോ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, പടയാളികളായ ആളുകളെ കൂട്ടിക്കൊണ്ട് അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയ ദാവീദ് അവൻ്റെ യുദ്ധത്തിൻ്റെ റൂട്ട് മാറ്റി അവൻ ഊരിയാവിനെതിരെ യുദ്ധം ആരംഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിയോഗം മറന്നാൽ നിന്റെ പ്രതിയോഗിയെ നീ മറക്കും. നിയോഗം മറന്നാൽ നിന്റെ പ്രതിയോഗിയെ നീ മറക്കും. ദാവീദേ, നീ പടക്കളത്തിൽ നിൽക്കേണ്ടവൻ, നിന്റെ നിയോഗം എന്തുകൊണ്ട് നീ മറന്നുപോയി? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മീയാചാര്യന്മാർ, വൈദിക ശ്രേഷ്ഠർ, വിശ്വാസ സമൂഹം, നിന്നെ ദൈവം നമ്പുരാൻ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. സഭയെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളി മറന്നുപോയാൽ പരാജയങ്ങളുണ്ടാവും. കോടതി വരാന്തകളിലും അന്തിച്ചർച്ചകളിലും രാഷ്ട്രീയ അത്താഴങ്ങളിലും കുടുങ്ങിക്കിടക്കാനുള്ള ഒരു വിളിയല്ല സഭയെക്കുറിച്ചുള്ള ദൈവ വിളി എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിന് വേണ്ടി വീറോടെ അനേകരെ നേടാനുള്ള ഒരു വിളിയായി ഈ വിളി തീരുന്നുണ്ടോ? തമ്പുരാൻ എന്താണ്? ഇന്ന് രാവിലെ ബിന്ദു ടീച്ചറിൻ്റെ പ്രസംഗം കേട്ടോ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹിതം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആരായണം. 1881 ജനിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. 1919 ജൂലൈ മാസം 10-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ 38-ാമത്തെ വർഷത്തിൽ 38-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് ആയിസറ്റ് പോയൊരു മനുഷ്യനുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ആത്മീയ ഈറ്റില്ലമായ ക്രൈസ്തവ ഗാന ലോകത്ത് അനേക ഗാനങ്ങൾ സമ്മാനിച്ച അനുഗ്രഹിതനായൊരു മനുഷ്യൻ. ഒരു കൊച്ചുകാലം കൊണ്ട് 137 പരം ഗീതങ്ങൾ ക്രൈസ്തവ ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹിതനായൊരു മനുഷ്യൻ, അധ്യാപകൻ, സുവിശേഷകൻ, നല്ലൊരു ട്രാൻസ്ലേറ്റർ. ജൂലൈ മാസം 10-ാം തീയതി രാവിലെ ഈ ഭക്തനായ മനുഷ്യൻ കുളിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് പതിവ് പോലെ ഇറങ്ങുകയാണ്. കോളറ വല്ലാതെ പടർന്നു പിടിച്ച ഒരു ദേശത്ത് ഈ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അവരെ ശുശ്രൂഷിക്കാനുള്ള നിയോഗം ഏറെ കഴിയുന്നതിന് മുമ്പേ ഈ ഭക്തനായ മനുഷ്യൻ തിരികെ വരുന്നുണ്ട്. വരുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, ശരീരത്തിന് വല്ലാത്ത ഒരു ക്ഷീണം, നാഡീഞരമ്പുകളൊക്കെ തളർന്നു പോകുന്നു, ശരീരം നേരെ നിൽക്കാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ തിരിച്ചറിയുന്നു തനിക്കും കോളറ പിടിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കിടക്കയിലേക്ക് മനുഷ്യൻ വീഴുകയാണ്. ജൂലൈ മാസം 10-ാം തീയതി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ, കോളറ ബാധിച്ച് മാറ്റപ്പെടുമ്പോൾ, സ്വന്തം മകളെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് ആ മനുഷ്യൻ മകളോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, നിന്റെ ഭൂമിയിലെ അപ്പൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുകയാണ്. 38-ാമത്തെ വയസ്സിൽ നിന്റെ ലോകപ്രകാരമുള്ള അപ്പൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുകയാണ്. എന്നാൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. യു ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. നിനക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. ജീവിത നിയോഗം തിരിച്ചറിഞ്ഞ് 38-ാമത്തെ വയസ്സിൽ പോയ മനുഷ്യൻ പറയുക, കുഞ്ഞെ, നിനക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്. അപ്പനെ അറിഞ്ഞ് അവൻ്റെ നിയോഗം അറിഞ്ഞ് ജീവിക്കണം. ആ മനുഷ്യൻ പാടിവെച്ച പാട്ടാണ്, ലോകത്തിൽ ഞങ്ങൾക്കുള്ള ഇതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിന്റെ സമ്പത്താണ്. അവൻ്റെ സ്വപ്നം ഈ ഭൂമിയിൽ നിർവഹിക്കുന്നതാണ് നിന്റെ ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും എന്തിനാണ് ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്? 1 യോഹന്നാൻ 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അവൻ നടന്നതുപോലെ നടക്കാൻ
ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ വിശ്വാസ സമൂഹമേ, നിന്നെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറയും, അവൻ നടന്നതുപോലെ നടക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ആര് നടന്നതുപോലെ? നിന്റെ ദൈവം നടന്നതുപോലെ, അവൻ തോറ്റുകൊടുത്തതുപോലെ, അവൻ ക്ഷമിച്ചതുപോലെ, അവൻ സ്നേഹിച്ചതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു വിളിയാണ് നിന്റെ വിളി എന്നുള്ളത് മറന്നു പോകരുത്. വെല്ലൂർ മെഡിക്കൽ സെൻറ്ററിൽ അരവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ലോകം വിളിച്ചു വാക്കിംഗ് ജീസസ്. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിലാണ് പ്രാക്ടിക്കൽ വർക്ക് ചെയ്തത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ, ക്യാൻസർ രോഗികളെല്ലാം കൂടെ ടി വിയിൽ ഒരു ഡോക്ടറിൻ്റെ അഭിമുഖം കാണാൻ ഓടുകയാണ്. ആരാണ്? വി പി ഗംഗാധരൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ മനുഷ്യനോട് എന്താണ് ഇത്ര അടുപ്പം? അദ്ദേഹം പറയുന്നുണ്ട്, ആ ജനങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അദ്ദേഹം ദൈവത്തെ പോലെയായിരുന്നു, ഞങ്ങൾക്ക് അദ്ദേഹം ദൈവത്തെ പോലെയായിരുന്നു. പ്രിയമുള്ളവരെ, ഇടുക്കി ചെറുതോണി അണക്കെട്ട് തുറന്നു വിട്ടപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, കനയ്യകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പ്രിയമുള്ളവരെ, അതിൻ്റെ അവസാനത്തെ ഷട്ടറും തുറന്നപ്പോൾ പനി പിടിച്ച് വല്ലാതെ വിറങ്ങലിച്ചു പോയൊരു പുഞ്ചു കുഞ്ഞിനെ അപ്പൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആർത്തലച്ചു വരുന്ന വെള്ളത്തിൻ്റെ മുമ്പിലൂടെ ഇടുക്കി ചെറുതോണിൻ്റെ അണക്കെട്ട് ഓടിക്കയറിപ്പോയൊരു രംഗം ഞാനും നിങ്ങളും കണ്ടതല്ലേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 2018 സ്വന്തം മുതുക് താഴ്ത്തി കൊടുത്തിട്ട് ഒരു മത്സ്യബന്ധന തൊഴിലാളി എല്ലാ മനുഷ്യരെയും ആ ബോട്ടിലേക്ക് കയറ്റി സ്വന്തം ചെരുപ്പിട്ടുകൊണ്ട് മുതുകത്ത് ചവിട്ടി കയറാൻ അനുവാദം കൊടുത്ത ഒരു മത്സ്യബന്ധന തൊഴിലാളി കാണിച്ചു തന്ന മാതൃക ഞാനും നിങ്ങളും മറന്നുപോകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാലം മുഴുവൻ ദൈവവചനം കേട്ടിട്ടും വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടും ദൈവത്തെ അപ്പ എന്ന് വിളിച്ചിട്ടും ദൈവത്തിൻ്റെ സ്വപ്നം പോലെ കുന്നംകുളം ദേശത്തിൻ്റെ നെടുകയും കുറുകയും നടക്കാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ പരാജയമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കാനുള്ള വിളിയാണ് തമ്പുരാൻ്റെ വിളി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനാണ് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടിരിക്കുന്നത്. അഗസ്റ്റിൻ വട്ടോളി എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹത്തിൻ്റെ 25ാമത്തെ വാർഷികം വരുമ്പോൾ സ്നേഹിതർ ചോദിക്കുന്നുണ്ട്, അഗസ്റ്റിൻ അച്ഛാ, നമുക്കൊരു ജൂബിലിയൊക്കെ ആഘോഷിക്കണ്ടേ? ഇന്ന് ജൂബിലിയുടെ കാലമാണ്. 5-ന് ജൂബിലി, 10-ന് ജൂബിലി, 12-ന് ജൂബിലി, 15-ന് ജൂബിലി. ഇതിൻ്റെ വാക്കുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഉടനെ വട്ടോളി അച്ഛൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഒരു കാരണവശാലും പറ്റില്ല. കാരണം ഞാൻ ഈ 25 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് തന്നെ എവിടെയൊക്കെയോ എൻ്റെ ജീവിതം തോറ്റുപോയതുകൊണ്ടാണ്. നന്നായി ജീവിച്ചാൽ 3.5 കൊല്ലമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിനെ 3.5 കൊല്ലം കൊണ്ട് അവന്മാർ ക്രൂശെ കയറ്റി. അതുകൊണ്ട് 25 കൊല്ലം ഞാൻ ജീവിച്ചു എന്നതിൻ്റെ അർത്ഥം എവിടെയോ എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നടന്നതുപോലെ നടക്കാൻ ഒരു തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിച്ചെങ്കിൽ ഈ കുന്നംകുളം ഭദ്രാസനത്തിൽ ഓരോ ഇടവകയിലും വിശുദ്ധനെ പോലെ ജീവിക്കാൻ ദൈവം വിളിച്ചെങ്കിൽ ഈ നാളുകളിൽ ഇലക്ഷൻ നടക്കുകയാണ്. കൽപ്പന വരും പ്രിയമുള്ളവരെ. മദ്യപിക്കുന്നവൻ, അഹങ്കാരികളായവർ, ദൈവത്തെ നിഷേധിക്കുന്നവൻ, താൻ തോന്നിയായി നടക്കുന്നവൻ, ദൈവത്തിന് മാനം കൊടുക്കാത്തവൻ അധികാര സ്ഥാനങ്ങളിൽ വരരുത്. എന്നെ കേൾക്കുന്ന സത്യക്രിസ്ത്യാനി ഒരു വിശുദ്ധനെ പോലെ, വചനം പോലെ ഇന്ന് ഈ വചന കൂടാരത്തിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഈ ചുങ്കത്തറയിലുള്ള മനുഷ്യർ എൻ്റെയും നിങ്ങളുടെയും കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കും. എന്തിനാണെന്നറിയാമോ? പ്രസംഗിച്ച സന്തോഷിച്ച കേട്ട ദൈവജനമേ, നിന്റെ ജീവിതം ദൈവം സ്വപ്നം കണ്ടതുപോലെ ആയിത്തീർന്നിട്ടുണ്ടോ എന്നുള്ളതറിയാനാണ്. ഞാൻ നേരത്തെ ഒരു ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാൻ പട്ടം കിട്ടിയ ആദ്യത്തെ വർഷമാണ്. അവിടെ നിന്ന് എൻ്റെ സമയം അവസാനിക്കുകയാണ്. അവിടെ നിന്ന് ഒരു ടൂർ പ്രോഗ്രാം പോവുകയാണ്. തെന്മലയ്ക്കാണ് ടൂറ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതായ സമയത്ത് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ തരത്തിൽ എൻ്റെ വേഷം ഇങ്ങനെ മാറും. കാരണം ഞാൻ ശുശ്രൂഷ ചെയ്തത് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് അവിടെ തൊട്ടടുത്ത് മാതാമൃതാനന്ദമയുടെ ഒരു ആശ്രമമുണ്ട്. ഞാനവിടെ പോയപ്പോൾ ആളുകളുടെ മുഖത്തൊക്കെ ഒരു വല്ലാത്ത തേജസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ മനുഷ്യരുടെ മുഖത്തൊക്കെ ഇത്ര തേജസ്? അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ മിണ്ടാമഠമൊക്കെ ഉണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല, ഗോസിപ്പൊന്നും പറയുന്നില്ല, അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഈ തേജസ്. ഞാൻ പോയി കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് ഒരു സുഖവും തോന്നുന്നില്ല. അപ്പം ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ കാണിച്ച്, അഭ്യാസമൊക്കെ കാണിച്ച് ഈ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാകാം എന്നിങ്ങനെ കരുതുകയാണ്. അപ്പം അങ്ങനെ ഞാൻ താടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി. നന്നായി എനിക്ക് താടിയുണ്ട്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് ഫാബിന്ത്യയുടെ ഒരു കുർത്ത വാങ്ങിച്ചത്. അതുവരെയൊക്കെ 200 രൂപയുടെ കുർത്ത ഇട്ട് നടന്ന ഞാൻ 2000 രൂപയുടെ ഫാബിന്ത്യയുടെ ഒരു കുർത്ത കിട്ടിയപ്പോൾ, ഈ നല്ല താടിയൊക്കെ വളർത്തി ഈ ഫാബിന്ത്യയുടെ കുർത്ത കൂടെ ഇട്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ കോന്നിക്കാരുടെ ഭാഷയിൽ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ടൊരു ആന ചന്തം, നല്ല ഭംഗിയായിരിക്കുന്നു. ഇത്രയും താടിയും നീട്ടിയ ഒരു കുർത്തയും ഒക്കെയായിട്ട്. ആ കുർത്ത അങ്ങ് താഴെ വരെ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാൻറ് ഇട്ടില്ലേലും കുഴപ്പമില്ല, കാരണം അത്രയ്ക്ക് നീളമാണ് അതിന്. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ തെന്മല എന്ന് പറയുന്ന സ്ഥലത്ത് ടൂറിന് പോയി.
ഞാൻ തെന്മലയിൽ ടൂറെല്ലാം കഴിഞ്ഞ് 4 മണിയായപ്പോൾ തെന്മല റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എല്ലാ പള്ളിക്കാരും മുഴുവൻ ചായ കുടിക്കാൻ കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ 2 ചെറുപ്പക്കാർ താഴെ നിന്ന് ബൈക്ക് ഓടിച്ചു വരികയാണ്. അവന്മാർ നോക്കുമ്പോൾ പ്രകൃതി രമണീയമായ തെന്മല എന്ന് പറയുന്ന ദേശത്ത് നീളമുള്ള ഒരു കുർത്തായി വിട്ട് ഇത്രയും താടിയും വളർത്തി ഒരു മനുഷ്യൻ ഇങ്ങനെ ടാർ റോഡെ നിൽക്കുകയാണ്. അവന്മാരെന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നപ്പോൾ പുറകിലിരുന്നവൻ മുമ്പിലിരുന്നവനോട് പറഞ്ഞു, ആണ്ടടാ ജീസസ് നിൽക്കുന്നെന്ന് പറഞ്ഞു. എനിക്കാണ് സ്വർഗം കിട്ടിയ വാശി. എൻ്റെ മുഖത്ത് നോക്കി ആദ്യമായിട്ടൊരു മനുഷ്യൻ പറയുകയാണ്, ആണ്ട നിൽക്കുന്ന ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവന്മാർ സ്കൂട്ടർ ഓടിച്ചു പോയി. പക്ഷേ സങ്കടകരമായ സംഗതി അതല്ല, അവന്മാർ കുടിച്ചൊരു തുരുമ്പ് പോലും വെളിവില്ല. അടുത്ത കൊക്കയ്ക്കകത്തെങ്ങാണ്ട് അവന്മാർ പോയിട്ടുണ്ട്. എനിക്കറിയത്തില്ല, അടുത്ത വളവിൽ തീർന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് സന്തോഷമായി. വെള്ളം അടിച്ചിട്ടെങ്കിലും ഒരുത്തൻ എൻ്റെ മുഖത്ത് നോക്കി ജീസസ് നിൽക്കുന്നെന്ന് പറഞ്ഞല്ലോ. 73ാമത്തെ കൺവെൻഷൻ പരിസമാപ്തിയാവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനുശേഷം സുബോധത്തോടെ ആരെങ്കിലും ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നടാന്ന് പറയാൻ കേൾക്കാമെന്ന് ഇങ്ങനെ വ്യാമോഹിച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ ഭോപ്പാൽ വരെ എത്തി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവവചനം കേട്ടിറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം പോലെ നിൻ്റെ ജീവിതം ക്രമപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ നീ പരാജയമാണ് എന്ന് ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, അതിൻ്റെ 19ാം വാക്യം. വളരെ കാലം കഴിഞ്ഞ ശേഷം യജമാനൻ കണക്ക് തീർത്തു. വളരെ കാലം കഴിഞ്ഞ ശേഷം യജമാനൻ കണക്ക് തീർത്തു. 1, ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. 2, ഗുരുവിൻ്റെ സ്വപ്നം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. 3, ഗുരുവിൻ്റെ സമയം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഹി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈം ഓഫ് യുവർ മാസ്റ്റർ. അവൻ എപ്പോൾ വരുമെന്ന് ഈ പാവത്തിന് അറിയത്തില്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. പ്രിയമുള്ളവരെ, 3ാമത്തെ ദാസൻ പരാജയപ്പെട്ടത് യജമാനൻ എപ്പോൾ വരുമെന്ന് അറിയത്തില്ലായിരുന്നു. ബുദ്ധിയുള്ള കന്യകമാരെക്കുറിച്ചും ബുദ്ധിയില്ലാത്ത കന്യകമാരെക്കുറിച്ചും വേദപുസ്തകത്തിലൊരു പരാമർശമുണ്ട്. നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നതാണ്. ബുദ്ധിയില്ലാത്ത കന്യകമാർ, അവർക്ക് അതിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പിലിരിക്കുന്ന കുഞ്ഞു വരെ എഴുന്നേറ്റ് പറയും, അവരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, എണ്ണയില്ലാതെ പോയതല്ല അവരുടെ പ്രശ്നം. എണ്ണയില്ലാതെ പോയതല്ല അവരുടെ പ്രശ്നം. പ്രിയമുള്ളവരെ, മണവാളൻ എപ്പോൾ വരുമെന്ന് അവർക്കറിയില്ലായിരുന്നു എന്നതാണ് ആത്യന്തികമായ പ്രശ്നം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വിളക്കിൽ എണ്ണ തീർന്നോ എന്നതല്ല ഇന്ന് രാത്രിയിലെ ചോദ്യം. ഇന്ന് രാത്രിയിലെ ചോദ്യം, നിന്റെ തമ്പുരാൻ വരുന്ന കാലം നിനക്കറിയാമോ എന്നുള്ളതാണ് ചോദ്യം. നിന്റെ യജമാനൻ വരുന്ന സമയം നിനക്കറിയാമോ? വേദപുസ്തകത്തിൽ സമയത്തെക്കുറിച്ച് 2 വാക്കുകളുണ്ട്. കൈറോസ് എന്നും ക്രോണോസ് എന്നുമാണ്. ക്രോണോളജിക്കൽ ടൈമാണ് ക്രോണോസ്, ജീവിക്കുന്ന കാലത്തിൻ്റെ പേരാണ്. എന്നാൽ കൈറോസ് എന്ന് പറയുന്നൊരു പദമുണ്ട്, ദൈവത്തിൻ്റെ സമയം, നിന്റെ തമ്പുരാൻ്റെ സമയം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി 2 ചിന്തകൾ പറയാം. ദൈവത്തിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കും, നിന്നെ മാനിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ നിന്നെ മാനിക്കുന്ന സമയമാണ്. 12 വർഷമായി രക്തസ്രാവക്കാരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 18 വർഷമായി കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 38 വർഷമായി കുളക്കടവിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ സൗഖ്യം വന്നപ്പോൾ ഞാനും നിങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 12 വർഷമായി, 18 വർഷമായി, 38 വർഷമായി അവൻ കിടന്നിട്ടും തമ്പുരാനെ അവനെ ഒന്ന് കാണാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ മാനിക്കുന്ന സമയത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സമയം. സെഖരിയ പുരോഹിത, നിനക്കൊരു കുഞ്ഞില്ലായിരിക്കാം, നിനക്കൊരു തലമുറയില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ 1 വർഷമായി എൻ്റെ കുഞ്ഞിനൊരു സന്തതിയില്ലല്ലോ, 2 വർഷമായി എൻ്റെ കുഞ്ഞിനൊരു സന്തതിയില്ലല്ലോ, എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടിയില്ലല്ലോ, അവനൊരു നല്ല നിലയിലായില്ലല്ലോ, ഇത്രയും നാളായി എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു പോയി എന്ന ആരെങ്കിലും ഈ വചന കൂടാരത്തിലിരുന്ന് പറയുന്നെങ്കിൽ, ദൈവ പൈതലേ, ഇന്ന് രാത്രി ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തട്ടെ, നിന്നെ മാനിക്കുന്ന തമ്പുരാന്റെ സമയത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സമയം. അത് അവന് മാത്രമേ അറിയൂ. മറന്നു പോകരുത്, അത് അവന് മാത്രമേ അറിയൂ. നീ കരുതുന്നത് പോലല്ല. 9 മാസവും 9 ദിവസവും 9 വിനാഴികയും കഴിയുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവണം. അല്ലെങ്കിൽ പള്ളിക്കാർ ചോദിക്കും, കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലടാ, മക്കളായില്ല, 5 വർഷമായില്ല, മക്കളായില്ല. കുത്തുവർത്തമാനങ്ങൾ ഇങ്ങനെ വല്ലാതെ ചങ്കിൽ വന്ന് തറയ്ക്കുമ്പോൾ നീ മറന്നു പോകാതെ കുറിച്ചു വെക്കണം, തമ്പുരാന്റെ സമയമാണ് നിന്റെ സമയം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിന്നെ മാനിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ സമയം. 2ാമത്തെ ഒരു ഭാഗം, ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന സമയത്തിൻ്റെ പേരാണ്
ദൈവത്തിൻ്റെ സമയം മറന്നു പോകരുത്. നിന്നോട് കണക്ക് തീർക്കുന്ന സമയത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സമയം. ഇവിടെ ഈ ദാസൻ അത് തിരിച്ചറിയാൻ അവൻ പരാജയപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം വിശ്വസ്തനും ബുദ്ധിയുമുള്ള ഗ്രഹവിചാരകനെ പറ്റി ഒരു പരാമർശം അവിടെ കാണുന്നുണ്ട്. 45-ാം വാക്യം, എന്നാൽ യജമാനൻ ഇപ്പോഴെങ്ങും വരില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന കാര്യവിചാരകൻ അവൻ നിനക്കാത്ത നാളികയിലും നാഴികയിലും വന്ന് അവനെ ദണ്ഡിപ്പിച്ച് കളയും. മറന്നു പോകരുത്, നീ നിനക്കാത്ത നാഴികയിലും നാളിലും വന്ന് ദണ്ഡിപ്പിച്ച് കളയും എന്ന് മറന്നു പോകരുത്. അതാണ് ഒരു മകൻ 2 കൈയും വിരിച്ച് പറയുന്നത്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിനക്ക് ലഭ്യമായ സമയം നീ ഉപയോഗിച്ചോ. മാത്യു 25, നീ എന്നെ കണ്ടപ്പോൾ ഭക്ഷിപ്പാൻ തന്നു, ഞാൻ വിശന്നിരുന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചോ. ഇല്ല, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ തമ്പുരാൻ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ന്യായവിധി ദൈവ പരിപാടിയല്ല, നിന്റെ പരിപാടിയാണ്. മറക്കരുത്, ന്യായവിധി ദൈവ പരിപാടിയല്ല, നിന്റെ പരിപാടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വസ്തനായി ജീവിക്കാൻ ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നെ തമ്പുരാൻ ന്യായം വിധിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാവും. പണം വർദ്ധിച്ചപ്പോൾ, അനുഗ്രഹം വർദ്ധിച്ചപ്പോൾ, തടിമിടുക്ക് വർദ്ധിച്ചപ്പോൾ, കുഞ്ഞുങ്ങൾ ഉയർത്തപ്പെട്ടപ്പോൾ, കൊട്ടാരവും മണിസൗധങ്ങളും ഉണ്ടായപ്പോൾ അഹങ്കാരം കയറി എല്ലാവരെയും വെല്ലുവിളിച്ച് മുഖ്യാസനങ്ങൾ മാറി മാറി കയറി മനുഷ്യനെ പരിഹസിച്ച് നിന്ദിച്ച് മാതാപിതാക്കളെ പരിഹസിച്ച് കൂടപ്പുറപ്പിനെ ഉപേക്ഷിച്ച് ആരും എന്നെ ചോദ്യം ചെയ്യില്ല എന്ന് കരുതി ജീവിച്ചു പോയെങ്കിൽ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്, മറന്നു പോകരുത്. അത് പ്രസംഗിക്കുന്ന സന്തോഷിച്ച നീ പ്രസംഗിച്ചതൊന്നും വിശ്വസിച്ചില്ലേലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിന്നെ സ്വർഗത്തിലെ തമ്പുരാൻ അന്ത്യനായ വിസ്താര ദിവസത്തിൽ കണക്ക് സെറ്റിൽ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, മറന്നു പോകരുത്. ഈ 3-ാമത്തെ ദാസൻ പരാജയപ്പെടുകയാണ്. തമ്പുരാൻ്റെ സമയം അറിയാൻ അവൻ പരാജയപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി നിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ 3 ഇടങ്ങളെയാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചത്. 1, ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. 2, ഗുരുവിൻ്റെ സ്വപ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. 3, ഗുരുവിൻ്റെ സമയം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് മാസ്റ്റർ, ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ഓർ ദ ഡ്രീം ഓഫ് യുവർ മാസ്റ്റർ, ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈം ഓഫ് യുവർ മാസ്റ്റർ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, കർത്താവേ, നിന്റെ സന്നിധിയിൽ ദൈവമേ, ജീവിതം പരാജയപ്പെട്ടു പോയ മനുഷ്യരാണ് കർത്താവേ ഞങ്ങൾ. ദൈവമേ, നിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് എവണ്ണമാണ് കർത്താവേ, ഗുരുവിനെ തിരിച്ചറിഞ്ഞത് എവണ്ണമാണ് കർത്താവേ. ഗുരുവിൻ്റെ സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ. അപ്പാ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ ഇന്ന് രാത്രി നീ എന്നെ സഹായിക്കണം. എൻ്റെ ഭർത്താവിനെക്കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണം. ദൈവമേ, ഞാൻ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന, ഞാൻ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ഈ ദൈവം ആരാണെന്ന് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ നീ എനിക്ക് കൃപ തരണം. ദൈവമേ, നീ കണക്ക് തീർക്കുന്ന ദിവസത്തെക്കുറിച്ച് ദൈവമേ ഭയത്തോടെ എണ്ണി കാത്തിരിപ്പാൻ അവിടുന്ന് എനിക്ക് കൃപ തരണം. അപ്രകാരം ദൈവമേ ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനവും മഹത്വവും സ്വർഗത്തിലെ തമ്പുരാന് മാത്രമായിരിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ.